ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദാമിന്റെയും ഹവ്വയുടെയും ആദ്യ പുത്രനായിരുന്നു കായീൻ. അസൂയ, അനിയന്ത്രിതമായ കോപം തുടങ്ങി പാപത്തിന്റെ പരിണിത ഫലങ്ങൾ നമ്മെ എടുത്തു കാട്ടുന്ന ഒരു സങ്കീർണമായ ബൈബിൾ വ്യക്തിയാണ് കയീൻ. നീരസം നിറഞ്ഞ ആ വ്യക്തിയുടെ കഥ നമുക്ക് പല പാഠങ്ങൾ നൽകുന്നു. ഭൂമിയിൽ കൃഷി ചെയ്ത് കയീൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഹാബേൽ ആട്ടിടയനായിരുന്നു. മനുഷ്യവർഗം ഏദനിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് കൃഷി വളരെ ബുദ്ധിമുട്ടുള്ളതും കഠിനവുമായ ഒരു ജോലിയായിരുന്നു. അവന്റെ സഹോദരൻ ഹാബേലും കായീനും ദൈവത്തിന് അവരവരുടെ വഴിപാടുകൾ സമർപ്പിച്ചപ്പോൾ ഹാബേലിന്റെ വഴിപാട് ദൈവം സ്വീകരിച്ചു. കായീന്റെ വഴിപാട് നിരസിക്കപ്പെട്ടു. കായീന്റെ യാഗം നിരസിക്കപ്പെട്ടത് അവനിൽ തീവ്രമായ അസൂയയും ദേഷ്യവുമുണ്ടാക്കി. സ്വന്തം പ്രവൃത്തിയുടെ പോരായ്മ കണ്ടുപിടിക്കുവാനോ അനുതപിക്കുവാനോ കയീന് തോന്നിയില്ല. പ്രലോഭനത്തിന് വഴങ്ങുന്നതിന്റെ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ ദൈവം ഇടപെട്ടു. യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതെന്ത്? നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. ആദാമിന്റെയും ഹവ്വായുടെയും അനുസരണക്കേടിനാൽ ഏദനിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും ദൈവിക ശബ്ദം കയീനെ പാപത്തിൽ നിന്നും അതിന്റെ അപകടത്തിൽ നിന്നും രക്ഷിക്കുവാൻ വീണ്ടും ഇടപെടുന്നു. ദൈവിക ശബ്ദം അനുസരിക്കുന്നത് അനുഗ്രഹമാണ്. നന്മ ചെയ്താൽ അനുഗ്രഹമുണ്ടാകും എന്നുള്ള വാഗ്ദാനം ഏറ്റെടുത്ത് ജീവിതത്തിൽ തിരുത്തുവാനുള്ള ആഹ്വാനം കയീൻ കേട്ടില്ലെന്ന് നടിച്ചു. എന്നാറെ കയീൻ ഹാബേലിനോട്, നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു. അവർ വയലിലിരിക്കുമ്പോൾ കയീൻ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. പിന്നെ യഹോവ കയീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല, ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ എന്ന് പറഞ്ഞു. അസൂയയിൽ തുടങ്ങി ദേഷ്യത്തിലും കൊലപാതകത്തിലും കള്ളത്തരത്തിലും വരെ എത്തി നിൽക്കുന്ന കയീൻ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനുള്ള അവന്റെ ശ്രമം പാശ്ചാത്താപമില്ലാത്ത അവസ്ഥയെ കാണിക്കുന്നു. നിന്റെ അനുജന്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ദൈവം കയീനെ ശപിച്ചു. അവൻ കൃഷി ചെയ്ത മണ്ണിൽ നിന്നും അവനെ അകറ്റി ഉഴന്നലയുന്നവനായി ജീവിക്കേണ്ടി വന്നു. കയീൻ നമുക്ക് നൽകുന്ന പാഠം അസൂയയും ദേഷ്യവും വലിയ ആപത്തിലേക്ക് നമ്മെ എത്തിക്കും. തിരുത്തലുകൾ ഏറ്റെടുത്ത് പാശ്ചാത്താപത്തോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 098820221957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.